ജാതിപരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇവിടെ അകത്തുള്ളവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ഞങ്ങളുടെ സംശയം സംഗീതം ഒഴിവാക്കിയിട്ട് റാമിനെ മാത്രമായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് ഞങ്ങൾ പറയും. അല്ല, മാനേജ്മെൻ്റ് അല്ല, പ്രിൻസിപ്പലിനെയും അവിടെ ഉണ്ടായിരുന്ന പേരറിയാത്ത രണ്ടുപേരും. അവരവിടുത്തെ രണ്ട് സ്റ്റാഫുകളെന്നാണ് പറയുന്നത്. മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് തോന്നുന്നു. സാറന്മാരാ? അതെ, ടീച്ചേഴ്സ് അതെ. സംസാരിച്ചു. നമ്മൾ വേറൊന്നുമില്ല, ഇതിൻ്റെ അവൻ്റെ പൊരുളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പോലീസായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൈമാറാൻ ചെയ്യാനുള്ള താക്കോലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ. അപ്പോൾ അത് പോലീസിൻ്റെ കൈവശമാണുള്ളത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ചോദിച്ച് അവരുടെ അനുവാദം വാങ്ങി അവിടെ നിന്ന് പോയി ഹോസ്റ്റലിൽ നിന്ന് എടുക്കാനായിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും വന്നത്. ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്ന്, ഈ പറയുന്ന പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട് അവരും കുറ്റവാളികളാണെന്നുള്ളത്. ആ കാര്യത്തെക്കുറിച്ച് കൂടി ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രിൻസിപ്പളും ഈ പറഞ്ഞ ലത, മറ്റ് 3 പേര്, ഫൈസൽ ഉൾപ്പെടെ, ഈ പറഞ്ഞ ആ റൂമിലുണ്ടായിരുന്ന മറ്റ് ഈ CCTV കാണുന്നുണ്ടല്ലോ, ആ ദൃശ്യത്തിൽ കാണുന്ന എല്ലാവരും കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇവരിപ്പോഴും പറയുന്നതിൽ ഒരു അവ്യക്തതയില്ല. പ്രിൻസിപ്പൾ ഓരോ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും പറയുന്നതിൽ വ്യക്തതയില്ല. പറയുന്ന സമയങ്ങളിൽ, പറഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. ഈ പറയുന്ന ആദ്യം നമ്മൾ പ്രതികളെന്ന് പറഞ്ഞ ഈ റാമും പിന്നെ രണ്ടാമത്തെ പ്രതി സംഗീത, അവർ ശക്തമായിട്ട് നമ്മൾ ഉറച്ചു വയ്ക്കാനാണ് ഈ രണ്ടുപേരെ പേരും. സംഗീതയും ഉണ്ട്, ഇല്ലയെന്നില്ല. അവരാരൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും സംഗീത പ്രതി തന്നെയാണ്. ഈ രണ്ടുപേരും കൊലപാതകികളാണ്. പിന്നെ ആ സംഭവ ദിവസമുള്ള കുറ്റവാളികളെന്ന് പറയുന്നത് ഈ പറഞ്ഞ ലത, ആ ഒരു പ്രേരണ കാരണമാണ് അവൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള ഒരു കുറ്റം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അത്രയും മെൻ്റലി ടോർച്ചറും ഒരു അപമാനിക്കലും അവനുണ്ടായപ്പോൾ അവന് സഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നടന്ന വിഷയങ്ങളാണ്. അതിനുശേഷം ഇവിടെ നിന്ന് അവൻ കരഞ്ഞുകൊണ്ട് പോയി. ഒരു പക്ഷേ അവർ പറയുന്നത് പോലെ 3-ാമത്തെയോ 4-ാമത്തെയോ നിലയിൽ നിർമ്മിതിയിട്ടുണ്ടാവാം. അതിൽ പോലും അവർ കൃത്യതയില്ല, ആരും കണ്ടിട്ടില്ല, പോയവരാരും കണ്ടിട്ടില്ല. മെഡിക്കൽ ദൃശ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തത പറയുന്നില്ല. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഒന്നും പറയുന്നില്ല. അവർ ഒരാൾ വീണു, ഒരു പട്ടി മോളിയും താഴെ വീണു, ചത്തു, അതിനെ അരക്കി എടുത്തുകൊണ്ടേ കുഴിച്ചിട്ടു. ഈ രീതിയിലാണ് അവരുടെ ഒരു മനോഭാവം. അതെ, അവർക്ക് തീർച്ചയായിട്ടും അവനൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വൈകിയതായിട്ട് ഞാനും അറിഞ്ഞു. കാരണം എത്രയോ സമയം, മണിക്കൂറുകൾ അവിടെ കിടന്നിട്ടാണ് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് കണ്ടുനിന്ന കുറച്ച് കുട്ടികൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ഈ ക്യാൻറ്റീനാണ്, ആ ക്യാൻറ്റീൻ്റെ ഭാഗത്തു നിന്നുള്ള ചേട്ടന്മാരാരൊക്കെ എടുത്തുകൊണ്ട് പോയതായിട്ടും പറയുന്നുണ്ട്. പക്ഷെ അവന് ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് ഒരുപാട് വൈകിയതായിട്ട് ഞാൻ അറിഞ്ഞു. പിന്നെ അവന് A+ ബ്ലഡാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ A+ന് പകരം O- ഗ്രൂപ്പോ പോസിറ്റീവോ ഏതോ ഒന്നാണ് ഈ ഇവിടുത്തെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്. അർജൻറ്റായിട്ട് ഉടനടി വേണമെന്നും പറഞ്ഞ്. പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഉണ്ട്, തീർച്ചയായിട്ടും ചികിത്സ വൈകിയിട്ടുണ്ട്. ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അത് ഒരു പക്ഷേ അവർക്ക് തന്നെ അറിയാമല്ലോ, ഒരു നല്ലൊരു ആംബുലൻസ് എത്തിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അടുത്ത ഹോസ്പിറ്റലിൽ. കണ്ണൂരിലാണോ ഇല്ലാത്തത്? ജാതിപരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇവിടെ അകത്തുള്ളവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷേ ജാതിപരമായി നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റ് സ്റ്റാഫുകളും പോലീസുകാരും ഉൾപ്പെടെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് റാമിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിട്ട് സംഗീതയെ അങ്ങ് രക്ഷപ്പെടുത്തി കളയാം എന്നുള്ളൊരു ചിന്താബോധം പോലീസുകാർക്കും ബാക്കി എല്ലാവർക്കും ഉണ്ട്. ആ ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ കുറച്ച് വ്യക്തത കിട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സംശയം സംഗീതം ഒഴിവാക്കിയിട്ട് റാമിനെ മാത്രമായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് ഞങ്ങൾ പറയും.